Hello guys, welcome back to Sound of Chisels. ഗൈസ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ക്ലേ മോഡലിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ക്ലേ ഒക്കെ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇതേ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നേരെ നമുക്ക് വർക്കിലോട്ട് പോകാം. നമ്മൾ ക്ലേ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ടാങ്കിനകത്താണ്. ഇതിനകത്താകുമ്പം ക്ലേ ഡ്രൈ ആകാതെ നിൽക്കും. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് ക്ലേ നമുക്ക് ആവശ്യമുള്ള ക്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവില്ല. കാര്യം ഇതിപ്പം ഇപ്പോൾ തന്നെ നിൽക്കും. അടുപ്പിനകത്തൊക്കെ നോക്കി കാണാം ജലത്തിൻ്റെ ഒരു അംശമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ക്ലേ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ലതാണ്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ആ ക്ലേ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. നല്ല എയർ ടൈറ്റായിട്ട് അടയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്ലേ ആണ്. അതേപോലെ നമ്മൾ ഈ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉപയോഗിക്കുന്ന ഈ ടൂൾസും പിന്നെ നമ്മൾ മെയിനായിട്ട് കരുതേണ്ട കാര്യം സ്പ്രെയറാണ്. വെള്ളം കഴിഞ്ഞ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പ്രെയർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അതും തന്നെ എന്താണ് നമുക്ക് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു ബേസിക് ഫോമാണ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ്, അതൊരു നമുക്ക് എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിനൊരു പ്രത്യേക ഒരു ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഷേപ്പ് ആദ്യം ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്ന കിടക്കുന്ന രൂപത്തിലുള്ളൊരു ആടിനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ക്ലേ കുറച്ചായിട്ട് നല്ല പ്രസ് ചെയ്തുകൊണ്ട് അപ്ലൈ ചെയ്യുക. നന്നായിട്ട് പ്രസ് ചെയ്ത് തന്നെ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാര്യം നമ്മളല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ക്ലേ ക്രാക്ക് ആവും. അതോ നമ്മൾ ടെറാക്കോട്ട ഫയർ ചെയ്യുകയാണെങ്കിലൊക്കെ വർക്ക് പൊട്ടിപ്പോകും. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഏകദേശം അതിൻ്റെ മൊത്തത്തിലുള്ളൊരു രൂപമാക്കിയിട്ടുണ്ട്. അതായത് അതിൻ്റെ തലയുടെ ഭാഗം ഉടൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫോം മാത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചായിട്ട് അതിനകത്തോട്ട് നമ്മൾ ക്ലേ ചെറിയ തോതിൽ വെച്ച് അതിന് എവിടേക്കാണോ പൊങ്ങിയിരിക്കുന്ന സ്ഥലങ്ങൾ, എവിടേക്ക് മസിൽസും കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ക്ലേ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് നിർത്തി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് വർക്ക് മൂടി വെക്കണം. അതെപ്പോഴും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ വർക്ക് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ വളരെ കുഞ്ഞു പീസുകളായിട്ട് ഇതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലേയുടെ കുഞ്ഞു പീസുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിലോട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. തലയുടെയും കഴുത്തിൻ്റെയും ഷേപ്പിനനുസരിച്ച് നമ്മൾ ക്ലേ വെച്ചുകൊണ്ടിരിക്കുകയാണ്. തലയുടെയൊക്കെ ഫോം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴുത്തിൻ്റെ ഭാഗത്ത് ചെയ്യുമ്പോൾ അതിന് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ക്രാക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയില്ല, ഒരു ക്രാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൾസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ പഞ്ച് ചെയ്യും. നല്ലതായിട്ട് ഈ ക്ലേ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് ഇറക്കിയിട്ട് ആ ഭാഗത്ത് വീണ്ടും ക്ലേ അപ്ലൈ ചെയ്യാണ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ആ ക്രാക്ക് ഫില്ലായി പോകും. അല്ലാതെ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ വീണ്ടും അത് പൊട്ടിക്കൊണ്ടിരിക്കും. ആ കഴുത്തിൻ്റെ ഭാഗം ഇളക്കി ക്രാക്ക് ആകുന്നതുകൊണ്ട് നമ്മൾ അവിടെ ഒരു ചെറിയ കമ്പിയുടെ പീസ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്.
ഏകദേശം ഒരു ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് മുഖത്തിന് ഡീറ്റെയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂക്കിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാടിൻ്റെ മൂക്കിൻ്റെ വായുടെ ഭാഗം ഫിനിഷിംഗ് വർക്കാണ് ചെയ്യുന്നത്. തലയുടെ ഭാഗത്തിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇനി നമുക്ക് ഈ കമ്പി എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ പതുക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആ കമ്പി എടുത്ത് മാറ്റുന്നത്. ശേഷം നമ്മൾ അതിൻ്റെ ആ ഹോൾ ഉണ്ടായിരുന്ന ഭാഗം ഫില്ല് ചെയ്ത് ക്ലേ വയ്ക്കുകയാണ്. ഗൈസ്, ഇത്രയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.